ഇന്ന് നമ്മുടെ കടായ്മ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചിക്കൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല തൈരും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കടായ മസാല റെഡിയാക്കാനുള്ള സാധനങ്ങളാണ്. റെഡ് ചില്ലി വേണം, കുരുമുളക്, പട്ട, ഏലക്ക, ചെറിയ ജീരകം, പെരിഞ്ജീരകം, മല്ലി, ഇത്രയും കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടായ മല്ലിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരുമിച്ചാണ് ഇടുന്നില്ല, നല്ല ഒരുമിച്ചിടാം. നല്ല ഒരുമിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി ഇവിടെ പൊടിക്കാൻ കൊടുത്തു. ഓക്കെ, നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതിൻ്റെ ഓയിൽ ഒഴിക്കാം. എത്ര ഓയിൽ വേണം? അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം ഒനിയൻ കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഒനിയൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഗ്രേവിക്കുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കൂട്ടി ചെയ്തെടുക്കണം. പച്ചമുളകാട്ടോ നന്നായിട്ട് സൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതാക്കാൻ. അപ്പോൾ നമ്മുടെ ഓണിയൻ ഏകദേശം ആവാറായി. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് നമുക്ക് ശരിക്കും വഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളിത് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ അരച്ച് വെച്ചേക്കണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജിഞ്ചർ പേസ്റ്റ് കേട്ടോ. ഇഞ്ചി നമ്മൾ അരച്ച് വെച്ച് കുറച്ച് ഗാർലിക്, വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് നമുക്ക് സോട്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒനിയൻ ശരിക്കും സോട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതൊക്കെയാണ് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ശരിക്കും പോകണം, അതുവരെ നമുക്ക്. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇനി ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. 1 മണിക്കൂർ മുമ്പ് നേരത്തെ ചെയ്ത് വെച്ചേക്കണാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ലാലും കുഴപ്പമില്ല, ചിക്കനകത്ത് ഓൾറെഡി വെള്ളം വേണം. ഒട്ടും വെള്ളം ചേർക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി നോക്കിയിട്ട് വെള്ളം ചേർക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് മസാല കൂടെ പിടിക്കട്ടെ. നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സാധനമില്ല, റൂബി പൊടിച്ചുകൊണ്ട് വന്ന മറ്റേ കടായി മസാല, അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ കാഷ്നട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്, കാഷ്നട്ട് പേസ്റ്റ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവും കേട്ടോ, അതിന് വേണ്ടിയാണ്.
ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടുന്നുണ്ട് നമുക്ക് ഇച്ചിരി പശുമ്പാലം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ, ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ മണം. നമ്മൾ പൊടിച്ച് വെച്ച കുറച്ച് കടായി മസാല കൂടി അവസാനം ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി പരിപാടി കഴിഞ്ഞോ? പിന്നെ പരിപാടി തയ്യാറായി. ഓക്കെ അല്ലേ, ഇനി നമുക്ക് തവ പൊറോട്ട നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 തവ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടായി പാടില്ല തവ പൊറോട്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 3-4 തവ പൊറോട്ട നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കടായി ചിക്കൻ്റെ കൂടെ തവ പൊറോട്ട. ഓക്കെ, 4 ഉണ്ടാക്കണുള്ളൂ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ ഇത് തന്നെയായിരിക്കുമോ? ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് പൊറോട്ട കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, പലതരമുണ്ട്. റൊട്ടി, നാൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. 4 തവ പൊറോട്ട നമ്മൾ കഴിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കിട്ടാം. പിന്നെ നമ്മൾ സലാഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, നമ്മളിതിന് കഴിക്കാൻ വേണ്ടി അത് നമുക്ക് സൈഡിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ, കുക്കുംബറും ഒനിയനും കൂടി ലൈം ജ്യൂസും കൂടി മിക്സ് ചെയ്ത് ഉപ്പും മിക്സ് ചെയ്ത് വെച്ച സലാഡാണ്. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. റൂബിനെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നമ്മുടെ തവ പൊറോട്ടയും കടായി ചിക്കനും ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഇതൊരു പീസ് ഞാൻ എടുക്കാം. പീസും ചൂടുണ്ട്, നല്ല കഴിക്കാൻ കൂട്ടോ. എങ്ങനെയുണ്ട് റൂബി? ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്ന പൊളി സാധനം. കുറച്ച് സലാഡ് കൂട്ടെ. ക്യാമറമാൻ്റെ കത്തിയുണ്ടോ? ചെറുതായിട്ടെങ്കിലും പൊളി. ഇതൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ആണ്, ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, ക്ഷമിക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.